Hi students, myself Sonia Mary, Assistant Professor, Don Bosco College, Kottayam. Today we are discussing about the process. Okay, let us begin the session. Process. A process is an instant of program in execution. It is the smallest unit of work individually scheduled by an operating system. The process management function done by an operating system are creating and destroying processes, controlling the progress of processes, acting on exception conditions, allocating hardware resources, providing means of communication among processes. നമ്മൾക്കറിയാം OSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് പ്രോസസ് മാനേജ്മെൻറ്റ്. അപ്പം എന്താണ് ഒരു പ്രോസസ്സ്? ഒരു പ്രോഗ്രാമിൻ്റെ ഇൻസ്റ്റൻസിന് പറയുന്ന പേരാണ് പ്രോസസ്സ്. അപ്പം നമ്മളൊരു പ്രോഗ്രാമിനെ റൺസ് കമാൻഡ് കൊടുക്കുകയാണ്. അപ്പം OS ആ പ്രോഗ്രാമിനെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു പ്രോസസ്സായിട്ടാണ്. അപ്പം ഒരു പ്രോഗ്രാമിൻ്റെ ഇൻസ്റ്റൻസിന് പറയുന്ന പേരാണ് പ്രോസസ്സ്. OS ആണ് ഈ പ്രോസസ്സുകളെ ക്രിയേറ്റ് ചെയ്യുന്നതും അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതും OS ആണ്. കൺട്രോളിങ് ദ പ്രോഗ്രസ് ഓഫ് ദ പ്രോസസ്സ്, ദാറ്റ് ഈസ് ഒരു പ്രോസസ്സ് എത്ര പെർസെൻറ്റേജ് എക്സിക്യൂഷൻ കഴിഞ്ഞു, അതിൻ്റെ പ്രോഗ്രസ് എന്താണ്. ദെൻ ആക്ടിങ് ഓൺ എക്സെപ്ഷൻ കണ്ടീഷൻ, എറേഴ്സ് അല്ലെങ്കിൽ ഇൻറ്ററപ്റ്റ് ഉണ്ടാകുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അലോക്കേറ്റിംഗ് ഹാർഡ്വെയർ റിസോഴ്സ്, ഒരു പ്രോസസ്സ് ഹാർഡ്വെയർ റിസോഴ്സസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അതിനെങ്ങനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. പ്രൊവൈഡിങ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എമംഗ് പ്രോസസ്സസ്, ഒരു പ്രോസസ്സ് അതിൻ്റെ ഡേറ്റ മറ്റൊരു പ്രോസസ്സുമായി ഷെയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഫങ്ഷൻസ് എല്ലാം ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പം ഒരു പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അൻ ഇൻസ്റ്റൻസ് ഓഫ് എ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ പറയുന്ന പേരാണ് പ്രോസസ്സ്. പ്രോസസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഫങ്ഷൻസും ചെയ്യുന്നത് OS ആണ്. അപ്പം ഒരു പ്രോഗ്രാമിനെ നമ്മൾ റൺ അല്ലെങ്കിൽ എക്സിക്യൂട്ട് എന്നൊരു കമാൻഡ് കൊടുത്തു കഴിയുമ്പോൾ ആ പ്രോഗ്രാമിനെ പ്രോസസ്സ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു പ്രോസസ്സായിട്ടാണ്. OS അക്സെപ്റ്റ് ചെയ്യുന്നത് അതിനെ ഒരു പ്രോസസ്സായിട്ടാണ്. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് കൺസെപ്റ്റ് ആണെങ്കിൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് കൺസെപ്റ്റാണ്. ഓക്കെ, പ്രോസസ് സ്റ്റേറ്റ്. ഒരു പ്രോസസ്സിന് വ്യത്യസ്തമായ അവസ്ഥകളുണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലെ ഫസ്റ്റ് സ്റ്റേറ്റ് ആണ് ഡോർമെൻറ്റ് സ്റ്റേറ്റ്. ദ പ്രോസസ് ഈസ് നോട്ട് നോൺ ടു ദ OSന് ഒരു പ്രോസസ്സിനെ കുറിച്ച് ഒരു ഇൻഫർമേഷനും ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മൾ പറയും അതൊരു ഡോർമെൻറ്റ് സ്റ്റേറ്റ് ആണ്. Then second one is new. The process is newly created by the OS. ഒരു OS ഒരു പുതിയ പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ പ്രോസസ്സിൻ്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ന്യൂ. Then running. The instructions of the process are executed on the CPU. പ്രോസസ്സിൻ്റെ ഇൻസ്ട്രക്ഷൻസ് CPUവിൽ എക്സിക്യൂഷൻ നടക്കുവാണെങ്കിൽ നമ്മൾ പറയും ഈ പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് റണ്ണിങ് സ്റ്റേറ്റ് ആണ്. Then waiting. The process is waiting for some event to happen. അതായത് ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. CPUവിന് പുറത്ത് പോയി ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഇവൻറ്റ് ഒക്കർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സിഗ്നൽ റിസീവ് ചെയ്യാനോ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ആ സ്റ്റേറ്റിന് പറഞ്ഞ പേരാണ് വെയിറ്റിംഗ് സ്റ്റേറ്റ്. അപ്പം ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ, ഒരു സിഗ്നൽ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ആ സ്റ്റേറ്റിന് പറഞ്ഞ പേരാണ് വെയിറ്റിംഗ് സ്റ്റേറ്റ്. Then the other state is ready state. The process has acquired all the resources needed for its execution except the പ്രോസസ്സർ ഒഴികെ എക്സിക്യൂഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസുകളും ഫയൽ, മെമ്മറി, ഹാർഡ്വെയർ ഇങ്ങനെയുള്ള റിസോഴ്സസിനെ അക്വയർ ചെയ്തിട്ട് പ്രോസസ്സറിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് റെഡി സ്റ്റേറ്റ്. ഓക്കെ, ദെൻ ടെർമിനേറ്റഡ്. ഒരു പ്രോസസ്സ് സക്സസ്ഫുള്ളായിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സിൻ്റെ സ്റ്റേറ്റിന് പറയുന്ന പേരാണ് ടെർമിനേറ്റഡ് സ്റ്റേറ്റ്. അപ്പം ഒരു പ്രോസസ്സിന് വ്യത്യസ്തമായ സ്റ്റേറ്റ് അല്ലെങ്കിൽ അവസ്ഥകളുണ്ട്. അത് ഏതൊക്കെയാണ്? ഡോർമെൻറ്റ്, ന്യൂ, റണ്ണിങ്, വെയിറ്റിംഗ്, റെഡി ആൻഡ് ടെർമിനേറ്റഡ് സ്റ്റേറ്റ്. ഓക്കെ, ഒരു പ്രോസസ് സ്റ്റേറ്റ് ഡയഗ്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഡിഫറെൻറ്റ് സ്റ്റേറ്റുകളാണ് ഓവൽ ബോക്സിൻ്റെ അത് കാണിച്ചിരിക്കുന്നത്. ന്യൂ, റെഡി, റണ്ണിങ്, വെയിറ്റിംഗ് ആൻഡ് ടെർമിനേറ്റഡ് സ്റ്റേറ്റ്. ഒരു പ്രോസസ്സിനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ന്യൂ ആയിട്ടുള്ളൊരു പ്രോസസ്സിനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റേറ്റാണ് റെഡി സ്റ്റേറ്റ്. റെഡി സ്റ്റേറ്റിലെ പ്രോസസ്സിൻ്റെ അകത്തുനിന്ന് ആരോ മാർക്സ് പോകുന്നത് റണ്ണിങ് സ്റ്റേറ്റിലാണ്. അതായത് റെഡി സ്റ്റേറ്റിൽ എല്ലാ റിസോഴ്സസും അക്വയർ ചെയ്തിരിക്കുവാണ്. ഇത് അക്വയർ ചെയ്തിട്ട് അത് CPUവിലോട്ട് ആ പ്രോസസ്സ് ചെല്ലുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റാണ് റണ്ണിങ് സ്റ്റേറ്റ്.
ഓക്കെ. ഇനി സി പി യുയുടെ റണ്ണിങ് സ്റ്റേറ്റിൽ ഇതിനൊരു ഇൻട്രപ്റ്റ് ഉണ്ടാവുകയോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇവൻറ്റ് ഒക്കർ ചെയ്യുകയോ ചെയ്യുവാണെങ്കിൽ അത് വീണ്ടും തിരിച്ച് എവിടെ വരും? റെഡി സ്റ്റേറ്റിൽ വരും. അത് ഈ ഇൻട്രപ്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇവൻറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആകുമ്പോഴത്തേക്കും സി പി യുവിൽ നിന്നും പുറത്ത് വന്ന് അത് റെഡി സ്റ്റേറ്റിലേക്ക് വരും. അത് ആ ഇൻട്രപ്റ്റിനെ ഹാൻഡിൽ ചെയ്തു അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇവൻറ്റിനെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇത് ഏത് സ്റ്റേറ്റിലോട്ട് വരും? ദെൻ ഇറ്റ് അഗെയിൻ കംസ് ടു ദ റണ്ണിങ് സ്റ്റേറ്റ്. ഓക്കെ. റണ്ണിങ് സ്റ്റേറ്റ് ഇതിൽ സക്സസ്ഫുള്ളായിട്ട് പ്രോഗ്രാം എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് എക്സിറ്റ് ആവും. ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഈസ് ടെർമിനേറ്റഡ്. അപ്പം പ്രോസസ് സ്റ്റേറ്റ് ഡയഗ്രാമിൻ്റെ അകത്ത് ഓരോ പ്രോസസ്സുകളും ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് കാണിച്ചിട്ടുണ്ട്. ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് എങ്ങനെയാണിത് പോകുന്നതെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ന്യൂ സ്റ്റേറ്റ് ആയിരുന്നു, അതിനെ അഡ്മിറ്റ് ചെയ്തപ്പോൾ അത് റെഡി സ്റ്റേറ്റായി. റെഡി സ്റ്റേറ്റിൽ നിന്നും അത് എക്സിക്യൂഷന് വേണ്ടി പോയപ്പോൾ അത് റണ്ണിങ് സ്റ്റേറ്റായി. എക്സിക്യൂഷൻ നടക്കുമ്പോൾ ഇൻട്രപ്റ്റോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇവൻറ്റോ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അത് എഗെയിൻ മൂവ്സ് ടു വെയിറ്റിംഗ് സ്റ്റേറ്റ്. ദെൻ വെയിറ്റിംഗ് സ്റ്റേറ്റിൽ അത് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ഇറ്റ് കംസ് ടു റെഡി സ്റ്റേറ്റ്, ദെൻ റണ്ണിങ് സ്റ്റേറ്റ്. സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഗോട്ട് ടെർമിനേറ്റഡ്. ദെൻ ദ സ്റ്റേറ്റ് ഈസ് ടെർമിനേറ്റഡ്. ഓക്കെ. നെക്സ്റ്റ് ഈസ് PCB, പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. ബ്ലോക്ക് എന്ന ടേം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരുന്നത് മെമ്മറിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നൊരു ടേമാണ് ബ്ലോക്ക്. ഈച്ച് പ്രോസസ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൈ PCB or task control block. It contains many pieces of information associated with a specific process. ഒരു പ്രോസസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെമ്മറി ബ്ലോക്കിന് പറയുന്ന പേരാണ് പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് എന്ന് പറയുമ്പം ആ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെമ്മറി ഏരിയയ്ക്ക് പറയുന്ന പേരാണ് PCB. അപ്പം എന്തെല്ലാം ഇൻഫർമേഷൻസ് ആണ് ഈ PCBക്കകത്ത് സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് വൺ ആണ് പ്രോസസ് സ്റ്റേറ്റ്. പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ്സ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ സ്റ്റേറ്റ് ഓഫ് ദ പ്രോസസ്സ് ന്യൂ ആണോ, റെഡി ആണോ, റണ്ണിങ് ആണോ, ആ സ്റ്റേറ്റ് ഓഫ് ദ പ്രോസസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പ്രോസസ് ഇൻഫർമേഷൻ സ്റ്റോറിങ്. ദെൻ പ്രോഗ്രാം കൗണ്ടർ. എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് പ്രോഗ്രാം കൗണ്ടറിനെ കുറിച്ച്. പ്രോഗ്രാം കൗണ്ടർ indicates the address of the next instruction to be executed for the process. ഒരു പ്രോസസ്സിൻ്റെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിൻ്റെ ഏത് ഇൻസ്ട്രക്ഷനാണ് അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ആ ഇൻസ്ട്രക്ഷൻസിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നതാണ്. എവിടെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പ്രോഗ്രാം കൗണ്ടർ ഓർ PC. എപ്പോഴും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ് വാട്ട് ഈസ് PC? പ്രോഗ്രാം കൗണ്ടർ വിച്ച് സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി executed. Okay. CPU registers. Different CPU registers ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം അക്യുമുലേറ്റർ, ഇൻഡെക്സ്, സ്റ്റാക്ക് പോയിൻ്റർ, ജനറൽ പർപ്പസ് രജിസ്റ്റർ, ഇങ്ങനെയുള്ള CPU രജിസ്റ്റേഴ്സ് ഉണ്ട്. ഈ CPU രജിസ്റ്റേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഇൻട്രപ്റ്റ് ഒക്കർ ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റ് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ സേവ് ചെയ്യും. എന്നിട്ട് ആ പ്രോസസ്സ് കറക്റ്റായിട്ടാണോ ആ ഇൻട്രപ്റ്റ് ഹാൻഡിൽ ചെയ്തതിന് ശേഷം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CPU രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ CPU രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ. നെക്സ്റ്റ് ഈസ് CPU ഷെഡ്യൂളിംഗ് ഇൻഫർമേഷൻ. ദ ഇൻഫർമേഷൻ ഇൻക്ലൂഡ്സ് പ്രോസസ് പ്രയോറിറ്റി, പോയിൻറ്റേഴ്സ് ടു ഷെഡ്യൂളിംഗ് ക്യൂ ആൻഡ് എനി അതർ ഷെഡ്യൂളിംഗ് പാരാമീറ്റേഴ്സ്. ഓക്കെ. മെമ്മറി മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ മേ ഇൻക്ലൂഡ് ദ ബേസ് വാല്യൂ, ലിമിറ്റ് രജിസ്റ്റേഴ്സ്, പേജ് ടേബിൾ, സെഗ്മെൻറ്റ് ടേബിൾ. മെമ്മറി, ഈ പ്രോസസ്സ് ഏത് മെമ്മറി ലൊക്കേഷനാണ് ആക്സസ് ചെയ്യുന്നത്, ആ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സുകൾ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബ്ലോക്കാണ് മെമ്മറി മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ. ദെൻ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ. ദ ഇൻഫർമേഷൻ ഇൻക്ലൂഡ്സ് ദ എമൗണ്ട് ഓഫ് CPU. എത്ര സമയം CPUവിനെ യൂസ് ചെയ്തു, ജോബ് നമ്പർ എത്രയാണ്, പ്രോസസ് നമ്പർ എത്രയാണ്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് യൂസ് ചെയ്യും. ദെൻ IO സ്റ്റാറ്റസ് ഇൻഫർമേഷൻ. ദ ഇൻഫർമേഷൻ ഇൻക്ലൂഡ്സ് ദ ലിസ്റ്റ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് അലോക്കേറ്റഡ്. ഒരു പ്രോസസ് എക്സിക്യൂഷൻ സമയത്ത് അതിന് എന്തെല്ലാം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു, ആ പ്രോസസ്സ് എന്തെല്ലാം ഫയൽസ് ഓപ്പൺ ചെയ്തു, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നതാണ് സ്റ്റാറ്റസ് ഇൻഫർമേഷൻ്റെ അകത്ത്. അപ്പം ഒരു PCBക്കകത്ത് ഒരു പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തെല്ലാം ഇൻഫർമേഷൻസ് ആ സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് മനസ്സിലായല്ലോ. ബ്ലോക്ക് എന്ന ടേം യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് തന്നെ മെമ്മറിയാണ്. ആ മെമ്മറിയിൽ ഒത്തിരി ഇൻഫർമേഷൻസ്, പ്രോസസ്സുമായി ബന്ധപ്പെട്ട ഒത്തിരി ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അതായത് ആ പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ് ഏതാണ്, ആ പ്രോസസ്സിൻ്റെ നമ്പർ എന്താണ്,
ആ പ്രോസസ്സിൻ്റെ പ്രോഗ്രാം കൗണ്ടേഴ്സ്. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് എന്താണ്? CPU രജിസ്റ്റേഴ്സ്. അത് എക്സെപ്ഷൻ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടാണ് എക്സിക്യൂഷൻ നടക്കുന്നതെന്ന് ഉറപ്പ് വരുത്താൻ ഉപയോഗിക്കുന്ന രജിസ്റ്റേഴ്സ്. ദെൻ മെമ്മറി ലിമിറ്റ്സ്. പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്ത മെമ്മറി തന്നെയാണോ ഇത് റെഫർ ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെമ്മറി ലിമിറ്റ്സ്. ദെൻ ഓപ്പൺ ഫയൽസ്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഒരു പ്രോസസ്സുമായിട്ട് വരുന്ന എല്ലാ ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെമ്മറി ഏരിയയ്ക്ക് പറയുന്ന പേരാണ് പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് ഓർ PCB. ഓക്കെ. Process switch or context switch. Transition between two memory resident processes in a multi-programming system is known as process switch or task switch or context switch. Multi-programming environment ഏതാണെന്ന് നമുക്കറിയാം. ഒന്നിലധികം പ്രോസസ്സുകളെ ഇൻ്റർലീവ്ഡ് മാനറിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന എൻവയോൺമെൻറ്റിന് പറയുന്ന പേരാണ് മൾട്ടി പ്രോഗ്രാമിംഗ്. ഒരു പ്രോസസ്സ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന സമയത്ത് മറ്റ് റെഡി ക്യൂവിലെ മറ്റൊരു പ്രോസസ്സിനെ CPU കൊടുക്കുന്നു. ഈ സിറ്റുവേഷനാണ് ഇതിനെയാണ് നമ്മൾ മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പം ഒരു പ്രോസസ്സ് ഒരു ഇവൻ്റ് ഹാൻഡിൽ ചെയ്യാൻ പോകുമ്പോൾ അവിടെ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുന്നതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. വെൻ എ പ്രോസസ് എക്സിക്യൂട്ട് ദ കൺട്രോൾ ഈസ് ഇൻ ദ യൂസർ അഡ്രസ് സ്പേസ്. ഒരു പ്രോസസ്സ് CPU എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൺട്രോൾ യൂസർ അഡ്രസ് സ്പേസിലാണ്. When an event occurs within the process leaves the control from the CPU and the control goes back to the OS space. ഒരു ഇവൻറ്റ് ഹാൻഡിൽ ചെയ്യാൻ പോകുമ്പോൾ ഈ യൂസർ അഡ്രസ് സ്പേസിൽ നിന്നും കൺട്രോൾ ലീവ് ചെയ്തിട്ട് ആ കൺട്രോൾ എവിടെ പോകും? OS സ്പേസിലോട്ട് പോകും. ഈ പ്രൊട്ടക്ഷൻ യൂസർ സ്പേസിൽ നിന്നും OS സ്പേസിലോട്ട് ഒരു പ്രോസസ്സിൻ്റെ ട്രാൻസിഷന് പറയുന്ന പേരാണ് മോഡ് സ്വിച്ച്. ഒരു ഇവൻറ്റ് ഹാൻഡിൽ ചെയ്യാൻ പോകുമ്പോൾ യൂസർ അഡ്രസ് സ്പേസിൽ നിന്നും OS സ്പേസിലേക്ക് പോകുന്ന ട്രാൻസിഷന് പറയുന്ന പേരാണ് മോഡ് സ്വിച്ച്. The OS then records the status of the running process in the PCB and then suspend this process to handle the event. അപ്പം ഇങ്ങനെ ട്രാൻസിഷൻ നടക്കുമ്പം ആ റൺ ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ്സിൻ്റെ സ്റ്റാറ്റസ് എല്ലാം PCBക്കകത്ത് സ്റ്റോർ ചെയ്യും. പ്രോസസ് കൺട്രോൾ ബ്ലോക്കിൽ സ്റ്റോർ ചെയ്തിട്ട് നെക്സ്റ്റ് റെഡി ക്യൂവിലെ അടുത്ത പ്രോസസ്സ് ഏതാണോ അതിനെ CPU എക്സിക്യൂഷന് വേണ്ടി കൊടുക്കും. അപ്പം ഈ സ്വിച്ചിങ്, ഈ മൾട്ടി പ്രോഗ്രാമിംഗ് എൻവയോൺമെൻറ്റിലാണ് ഈ മോഡ് സ്വിച്ച് അല്ലെങ്കിൽ പ്രോസസ് സ്വിച്ച് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് സ്വിച്ച് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. യൂസർ സ്പേസിൽ നിന്നും OS സ്പേസിലേക്ക് പ്രോഗ്രാമിൻ്റെ ട്രാൻസിഷന് പറയുന്ന പേരാണ് പ്രോസസ് സ്വിച്ച്. ഓക്കെ. സ്വിച്ചിങ്ങിൻ്റെ ഒരു ഫിഗറാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ഇതിൻ്റെ ടോപ്പിൽ നോക്കുവാണെങ്കിൽ പ്രോസസ് 0, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ദെൻ പ്രോസസ് 1, ഇങ്ങനെ മൂന്ന് പോർഷൻസ് നമുക്ക് കാണാം. പ്രോസസ് 0 എന്ന് പറയുന്നതിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്യുന്നത് PCB 0ക്കകത്താണ്. P1 എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്തത് PCB 1ൻ്റെ അകത്താണ്. അപ്പം ലെഫ്റ്റ് കോർണർ നമ്മൾ നോക്കുകയാണെങ്കിൽ P0യുടെ താഴെ എക്സിക്യൂട്ടിംഗ് ആണ്, പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ. ആ ടൈമിൽ അവിടെ ഒരു ഇൻട്രപ്റ്റ് ഒക്കർ ചെയ്തു. അപ്പം ആരോ മാർക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ PCB 0യുടെ സ്റ്റേറ്റിനെ അവിടെ സ്റ്റോർ ചെയ്യുകയാണ്. ആ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഇൻട്രപ്റ്റ് ഒരു സിസ്റ്റം കോൾ ഉണ്ടായപ്പോൾ പ്രോസസ് 0യുടെ എല്ലാ ഇൻഫർമേഷൻസും PCB 0ക്കകത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. ദെൻ ആ ഗ്യാപ്പിൽ P1 എന്ന് പറഞ്ഞ പ്രോസസ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? പ്രോസസ്സിൻ്റെ സ്റ്റേറ്റുകളും ഇൻഫർമേഷൻസും എല്ലാം റീലോഡ് ചെയ്യുകയാണ്. റീലോഡ് ചെയ്തിട്ട് അവിടെ നമ്മൾ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. P1 എക്സിക്യൂഷൻ മുന്നോട്ട് പോകുന്ന സമയത്താണ് P1ൽ ഒരു ഇൻട്രപ്റ്റ് അല്ലെങ്കിൽ സിസ്റ്റം കോൾ ഉണ്ടായത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് P0 എന്താണോ ചെയ്തത്, P0 PCB 0ക്കകത്ത് അതിൻ്റെ എല്ലാ ഇൻഫർമേഷനും സ്റ്റോർ ചെയ്തതുപോലെ P1 എന്ന് പറയുന്ന പ്രോസസ്സ് അതിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും PCB 1ൽ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഈ ടൈമിൽ P0 എന്ന് പറയുന്ന പ്രോസസ്സ് അതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻട്രപ്റ്റിനെ ഹാൻഡിൽ ചെയ്തിട്ട് തിരിച്ചു വന്നു. അപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആ PCB 0യിൽ നിന്നും ഇൻഫർമേഷൻസ് റീലോഡ് ചെയ്തിട്ട് ബാക്കി എക്സിക്യൂഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം യൂസർ സ്പേസിൽ നിന്നും OS സ്പേസിലേക്ക് ഇങ്ങനെയുള്ള ഈ ട്രാൻസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോസസ് സ്വിച്ചിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്. ഓക്കെ. P0യുടെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് PCB 0ക്കകത്താണ്. P1ൻ്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് PCB 1ൻ്റെ അകത്ത്. ഈ യൂസർ സ്പേസും OS സ്പേസും തമ്മിലിടയ്ക്കുള്ള ട്രാൻസിഷനാണ് മോഡ് സ്വിച്ച്. ഓക്കെ. ആക്ടിവിറ്റി സെക്ഷനാണ്. ഇവിടെ ആക്ടിവിറ്റിക്കകത്ത് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കുക, ആൻസേഴ്സ് ചെയ്യുക, ദെൻ ഫോട്ടോഗ്രാഫ് എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ. താങ്ക് യു.